നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപന ദിവസത്തിന് ശേഷം ഉടൻ തന്നെ കേരളത്തിലെ ബി.ജെ.പി. നേതൃത്വത്തിനുള്ളിൽ ഒരു അഴിച്ചുപണി ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകൾ വളരെ സജീവമാണ്. ഇത് സംബന്ധിച്ചുള്ള ചില സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, നിലവിലെ അധ്യക്ഷനായ കെ സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2020 ശോഭാ സുരേന്ദ്രനും കൃഷ്ണദാസ് പക്ഷവും ഒരു നീക്കം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അധ്യക്ഷ സ്ഥാനത്ത് നിന്നും സുരേന്ദ്രനെ മാറ്റണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തിന് കത്ത് നൽകുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ. പക്ഷേ കേന്ദ്ര നേതൃത്വം ആവട്ടെ സുരേന്ദ്രനെ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. കേരളത്തിൽ ഈ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുരേന്ദ്രനെ മാറ്റി സുരേഷ് ഗോപിയെ കൊണ്ടുവന്നേക്കും എന്നുള്ള അഭ്യൂഹം നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും സുരേഷ് ഗോപി എപ്പോഴും കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗമായി നിൽക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയാണ്. മാത്രമല്ല, 2 ടേം പൂർത്തിയാക്കിയവരിൽ ആർക്കും തന്നെ അവസരം നൽകുന്ന ഒരു പതിവ് സാധാരണയായി ബി.ജെ.പി. നേതൃത്വത്തിലില്ല. മികവ് പ്രകടിപ്പിക്കാത്തവരാണെങ്കിൽ ആദ്യ ടേമിൽ തന്നെ സ്ഥാനം ഒഴിയേണ്ടിയും വരും. നിലവിൽ എന്തായാലും പുതുമുഖങ്ങൾ അധ്യക്ഷ പദവിയിലേക്ക് എത്തിയേക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തിൽ ബി.ജെ.പിയുടെ അധ്യക്ഷ പദവിയിൽ ഒരു അത്ഭുതം നടക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർപ്രൈസ് തന്നെ കേന്ദ്ര നേതൃത്വം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ച് ബി.ജെ.പി. ഏറ്റവും അധികം ലക്ഷ്യം വെച്ചത് ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായത്തെ തന്നെയായിരുന്നു. ക്രിസ്ത്യൻ വോട്ടുകൾ വലിയ തോതിൽ തന്നെ ഇക്കുറി ബി.ജെ.പിയിലേക്ക് വന്നിട്ടുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. കാരണം അതിന് അനുകൂലമായ പല നീക്കങ്ങളും ഇതിനു മുൻപ് കേരളത്തിൽ നടന്നിരുന്നു. അത്തരത്തിലുള്ള ഒരു ബി.ജെ.പി. അനുകൂല തരംഗം പ്രകടിപ്പിക്കുന്ന ചില പ്രസ്താവനകൾ പോലും സഭാ മേലധ്യക്ഷന്മാരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ക്രിസ്ത്യൻ വോട്ടുകളിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ട് തന്നെ കേരളത്തിൽ ലക്ഷ്യം പൂർത്തീകരിക്കണമെന്നാണ് ബി.ജെ.പിയും ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ സാധ്യതകൾ അതിലൂടെ മാത്രമേ തെളിയുകയുള്ളൂ എന്നുള്ള ഉറച്ച ബോധ്യം കൂടി ബി.ജെ.പിക്കുണ്ട്. നമുക്കറിയാം, നിലവിൽ പി.സി. ജോർജിന്റെ ജനപക്ഷം പാർട്ടി ബി.ജെ.പിക്കൊപ്പമാണ് ഉള്ളത്. അവിടെ പത്തനംതിട്ടയിൽ സീറ്റ് നിഷേധിച്ചത് ഒരു ചെറിയ സൗന്ദര്യ പിണക്കത്തിന് വഴിവെച്ചിരുന്നുവെങ്കിൽ പോലും പത്തനംതിട്ടയിൽ പിന്നീട് അനിൽ ആന്റണിക്ക് വേണ്ടി പി.സി. ജോർജും ഷോൺ ജോർജും ഉൾപ്പെടെയുള്ളവർ രംഗത്തിറങ്ങുന്ന കാഴ്ച തന്നെയാണ് നമ്മളൊക്കെ കണ്ടത്. നിലവിൽ എന്തായാലും ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള യുവ നേതാവ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വന്നേക്കാം എന്നുള്ള സൂചനകളുണ്ട്. ഷോൺ ജോർജിന് തന്നെയായിരിക്കും സാധ്യത എന്നുള്ള ചില അഭ്യൂഹങ്ങളുണ്ട്. കാരണം എന്തെന്നാൽ അദ്ദേഹം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു യുവ നേതാവാണ്, ന്യൂനപക്ഷത്തിൽ നിന്നുള്ള നേതാവാണ്. ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് വലിയ തോതിൽ തന്നെ ബി.ജെ.പിയിലേക്ക് ഒഴുകിയെത്തുന്നതിന് സഹായകമാകുന്ന ഒരു ഘടകം കൂടിയാണ്. ഒരുപക്ഷെ രാജ്യത്ത് തന്നെ അവർക്ക് എടുത്തു പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നീക്കമായിരിക്കും അങ്ങനെ ഒരു ന്യൂനപക്ഷ മുഖത്തെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ഉയർത്തുകയാണെങ്കിൽ. ഇവിടെ ഷോൺ ജോർജ് മാത്രമല്ല അവരുടെ മുന്നിലുള്ള ഓപ്ഷനുകൾ എന്ന് പറയുന്നത്. അനിൽ ആന്റണിയും ജോർജ് കുര്യനും ഒക്കെ, അങ്ങനെ നിരവധി പേരുകൾ ബി.ജെ.പിക്ക് മുന്നിൽ തന്നെയുണ്ട്. പി.സി. ജോർജിനും അതിനോടൊപ്പം തന്നെ ലീഡറിന്റെ മകളായ പത്മജ വേണുഗോപാലിനുമൊക്കെ കേന്ദ്ര നേതൃത്വത്തിൽ ചില പദവികൾ ഉണ്ടായേക്കാനുള്ള സാധ്യതയുണ്ട്. ഇവരൊന്നും തന്നെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ഉയരാനുള്ള സാധ്യതയില്ല. പക്ഷേ യുവതലമുറയിൽ നിന്നുള്ള ഈ ന്യൂനപക്ഷ നേതാക്കൾക്ക് വലിയ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ജോർജ് കുര്യനും അതിനോടൊപ്പം തന്നെ ഷോൺ ജോർജിനും മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഒരു വനിതാ അധ്യക്ഷയാണ്. നമുക്കറിയാം, നാരി ശക്തി എന്ന് മോദി എപ്പോഴും പറയാറുണ്ട്. ആ നാരി ശക്തി പലയിടങ്ങളിലും പ്രാവർത്തികമാക്കി അദ്ദേഹം കാണിച്ചിട്ടുമുണ്ട്. കേരളത്തിലും ആ നാരി ശക്തി പ്രകടമാക്കി കാണിക്കേണ്ട ബാധ്യത ബി.ജെ.പിക്ക് ഉണ്ട് താനും. എന്തായാലും ആന്ധ്രയിൽ പുരന്ദരേശ്വരിയെ അധ്യക്ഷ സ്ഥാനത്ത് കൊണ്ടുവന്ന ഒരു ചരിത്രം ബി.ജെ.പിക്കുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ അടുത്ത അധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ ആയിരിക്കാം എന്ന ചില അഭ്യൂഹങ്ങളുമുണ്ട്. അങ്ങനെ കരുതുന്നവരും അങ്ങനെ ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി നീക്കങ്ങൾ നടത്തുന്നവരും ഒക്കെ പാർട്ടിക്കുള്ളിൽ തന്നെ വളരെ സജീവമാണ്. നമുക്കറിയാം, പാർട്ടിയുടെ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് ന്യൂനപക്ഷ സമുദായമായ ജെയിൻ വിഭാഗത്തിൽപ്പെട്ട ജെ.പി. നദ്ദയെ അവരോധിച്ചതിലൂടെ ബി.ജെ.പി. രാജ്യതലത്തിൽ ഉണ്ടാക്കിയെടുത്ത നേട്ടങ്ങൾ ചെറുതായിരുന്നില്ല. അതും കേവലം 4 സീറ്റുകൾ മാത്രമുള്ള ഹിമാചലിൽ നിന്നാണ് നദ്ദയുടെ വരവ് എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു സംസ്ഥാനത്തിന്റെ നേട്ടം പ്രതീക്ഷിച്ചുകൊണ്ടല്ല, മറിച്ച് ദേശീയ തലത്തിൽ അവർക്ക് എത്രത്തോളം മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് നോക്കിക്കൊണ്ട് തന്നെയാണ് കേന്ദ്ര നേതൃത്വം പലപ്പോഴും കരുക്കൾ നീക്കാറുള്ളത്. ഈ പേരുകളും സാധ്യതകളും ഒക്കെ വളരെ അധികമാണ്. പക്ഷേ ദില്ലിയിലെ പ്രഖ്യാപനത്തോടെ മാത്രമേ സംസ്ഥാന നേതൃത്വം പോലും പലപ്പോഴും അന്തിമ തീരുമാനങ്ങൾ അറിയാറുള്ളൂ എന്ന് നമുക്കറിയാം. പല പ്രമുഖരുടെയും എൻട്രി പോലും സംസ്ഥാന നേതൃത്വം അറിഞ്ഞിരുന്നില്ല. അതൊക്കെ നേരിട്ട് കേന്ദ്രം തന്നെയായിരുന്നു ചരട് വലിച്ചിരുന്നത്. എന്തായാലും പുതിയ അധ്യക്ഷന്റെ ഒരു വരവ് ഉണ്ടാകണമെന്ന് ബി.ജെ.പിയുടെ പ്രവർത്തകർ തന്നെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. അത് ഫലപ്രഖ്യാപനത്തിന് ശേഷം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നതും. ഒരു സമൂല മാറ്റമാണോ ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം വരുത്താൻ പോകുന്നത്, അതല്ല തൊലിപ്പുറത്തെ ചികിത്സ മാത്രമാണോ എന്നതൊക്കെ കണ്ടറിയാം.